ന്യൂ ഓർലൻസ് ആക്രമണം നടത്തിയ IS ഭീകരൻ ലക്ഷ്യം വെച്ചത് വൻ സ്ഫോടനം. കാർ ഓടിച്ചു കയറ്റുന്നതിന് മുൻപ് രണ്ടിടങ്ങളിൽ ഇയാൾ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു. ഇയാൾ ഒറ്റയ്ക്കാണ് സ്ഫോടനം നടത്തിയതെന്ന് FBI അറിയിച്ചു. ആക്രമണം നടന്ന ബോർബോൺ തെരുവ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 14 പേരാണ് ഇന്നലെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഭീകരാക്രമണം നടന്ന അമേരിക്ക ന്യൂ ഓർലൻസിലെ ബോർബോൺ തെരുവ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഇന്നലെ IS ഭീകരൻ ജനങ്ങൾക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത് ഈ തെരുവിലേക്കാണ്. ആക്രമി ഷംസുദ്ദീൻ ജബ്ബാർ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും ഇയാൾക്ക് മറ്റാരുടെയും പിന്തുണ ഉണ്ടായിട്ടില്ലെന്നും FBI കണ്ടെത്തിയിരുന്നു. ആക്രമണം നടത്തുന്നതിന് മുമ്പ് ചിലയിടങ്ങളിൽ ഇയാൾ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതായും FBI അറിയിക്കുന്നുണ്ട്. തുടർന്ന് ISന് പിന്തുണ പ്രഖ്യാപിച്ച വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ഇയാൾ ഓടിച്ച വാഹനത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കളും ISന്റെ പതാകയും കണ്ടെത്തിയിരുന്നു. ലാസ് വെഗാസ് ട്രംപ് ഹോട്ടലിന് മുമ്പിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച സംഭവത്തിൽ അക്രമിക്ക് നേരിട്ട് പങ്കില്ലെന്നും FBI അറിയിച്ചു. ആക്രമണം നടത്തിയ ഷംസുദ്ദീൻ ജബ്ബാർ മുൻ US സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഉൾപ്പെടെ ഇയാൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇക്കാലയളവിലാണ് ISുമായി ഇയാൾ അടുക്കുന്നത്. തുടർന്നാണ് അമേരിക്കയിൽ ആക്രമണങ്ങൾ നടത്താൻ നീക്കങ്ങൾ ആരംഭിച്ചതും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.